അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ സ്പോൺസറെ നിശ്ചയിച്ചത് ആവശ്യമായ പരിശോധനകളില്ലാതെയും ചട്ടങ്ങൾ പാലിക്കാതെയുമാണെന്ന് കായികമന്ത്രി ഒ.ജെ. ജനീഷ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്പോൺസറെ നിശ്ചയിച്ചത് രാഷ്ട്രീയ ബിസിനസ് താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിലൊന്നും മുൻപരിചയം നടത്തേണ്ട നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. നിലവിൽ ഈ വിഷയം അന്വേഷണ പരിധിയിലാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള തർക്കങ്ങളുടെ ഫലമാണ് ഇപ്പോഴത്തെ വിവാദമെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് മന്ത്രി പറഞ്ഞു. അടിസ്ഥാനത്തിലാണ് സ്പോൺസർ നിശ്ചയിക്കപ്പെടുന്നത്. ഒരു പബ്ലിക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇവന്റുകൾ നടത്തി പരിചയമുള്ള ആളുകളിൽ നിന്നാണോ എടുത്തിട്ടുള്ളത്? അങ്ങനെ ഒരു പരിചയവും പരിശോധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള പരിശോധനകളും ഈ മെസ്സി വരുന്നതും കേരളത്തിൽ വന്ന് ഇതിൻ്റെ ഭാഗമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടേണ്ടുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ പോലുമുള്ള പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിവാദത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കങ്ങളിൽ പെടുന്ന ഒന്ന്. അതൊക്കെ തന്നെയാണ് ആ ഫയലുകളിലെ ഏറ്റവും വലിയ അവ്യക്തതയായി നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഒരു സ്പോൺസറെ തീരുമാനിക്കുന്നത്? ആ സ്പോൺസറെ തീരുമാനിക്കുന്നതിനെടുത്ത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആ സ്പോൺസറെ തീരുമാനിക്കുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിഗൂഢമായി നിൽക്കുന്ന കാര്യങ്ങൾ.